ഹലോ. അപ്പോൾ ഇറ്റ്സ് മല്ലൂമറ്റ് ഹിയർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെർബിയത്തെ ലിവിങ് എക്സ്പെൻസ് ആണ്. എങ്ങനെയാണ് ലിവിങ് എക്സ്പെൻസ് മാത്രം, അങ്ങനത്തെ ആ ടോപ്പിക് മാത്രം ഞാൻ ഇന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റുഡൻസ് ആയാലോ വർക്കേഴ്സ് ആയാലോ ഏകദേശം സെർബിയയിൽ എത്ര ലിവിങ് എക്സ്പെൻസ് ഉണ്ട് കമ്പയറിങ് ടു ഇന്ത്യ, പിന്നെ കമ്പയറിങ് ടു അതർ യൂറോപ്യൻ കൺട്രീസ് സെർബിയയിൽ എങ്ങനെയാണ് ലിവിങ് എക്സ്പെൻസ് എന്നാണ്. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ സെർബിയയില് ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് മന്ത്ലി മീൻസ് ഇങ്ങനെ സ്കിൽഡ് വർക്കേഴ്സ് അല്ല, ഇങ്ങനെ പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആൾക്കാരല്ലാണ്ട് വർക്കേഴ്സ് വരത്തില്ലേ, അങ്ങനത്തെ ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് ഒരു സാലറി എന്ന് പറഞ്ഞാൽ മിനിമം 80,000 ദിനാർ മുതലാണ്. അപ്പോൾ ഇപ്പോൾ ദിനാറിന്റെ റേറ്റും INR റേറ്റും ഏകദേശം സിമിലർ ആണ്. സോ 80,000 ദിനാർ എന്ന് പറഞ്ഞാൽ ഒരു 78,000 INR അങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്. പ്ലസ് അക്കോമഡേഷൻ ഉണ്ടാവും അവർക്ക്. പിന്നെ ഇൻഷുറൻസ് എല്ലാം കവർ ചെയ്തിട്ടാണ് അവർക്ക് അത് വരുന്നത്. അപ്പോൾ എത്ര വരും എന്ന് ചോദിച്ചാൽ ഒരു വർക്കറിന് ഇപ്പോൾ മിനിമം വേജ് 80,000 കിട്ടിയാൽ ഇവിടെ എത്ര നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് നമുക്ക് എന്താ വേജ് കിട്ടുന്നത്. ഇപ്പോൾ ഓവർ ടൈം ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് 1 lakhും അതിന് മേലും ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ടൈമിനാണ് ഇവർ പേ ചെയ്യുന്നത്. ഹവർലി 400 ദിനാർ അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് പേ ചെയ്യുന്നത്. അതിന് മേലെ ഹവർലി പേ കിട്ടുന്ന വർക്ക്സും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ ഡെയിലി ഒരു 8 hour 12 hour വർക്ക് ചെയ്യുന്ന ആൾക്ക് 4,000 ഡെയിലി അത് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ കമ്പനിക്കാർ നമ്മുടെ അക്കോമഡേഷൻ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ആകെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡാണ്. ഫുഡിന് ഒരു എന്താ, ഇപ്പൊ ഞാൻ നിൽക്കുന്ന പ്ലേസ് ആണ് ക്രഗുയവാസ്. ഇവിടെയാണെങ്കിൽ ക്രഗുയവാസിലാണെങ്കിൽ ഫുഡിന് ഒരു സിംഗിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ 10,000 താഴെ, 10,000 INR താഴെ നമുക്ക് ഫുഡ് എക്സ്പെൻസ് വരത്തുള്ളൂ. ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിലും 10,000 INR താഴെയായിട്ടേ വരത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒരു കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് കുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനും കുറയും. ഒരു 6,000 5,000 നിൽക്കും നമ്മുടെ മന്ത്ലി ലിവിങ് എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അക്കോമഡേഷൻ അവർ കവർ ചെയ്യുന്നത് കൊണ്ട് അപ്പൊ നമുക്ക് സേവിങ് ആയിട്ട് ബാക്കി ഇപ്പോൾ 80,000 കിട്ടുന്ന ആൾക്ക് 70,000 നമുക്ക് സേവിങ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ 90,000 കിട്ടുന്ന ആൾക്ക് അങ്ങനെ ഒരു 10 കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമുക്ക് സേവിങ് ആയിട്ട് കിട്ടുന്നതാണ്, എക്സ്പെൻസ് കുറവുള്ള കാരണം. പക്ഷെ ഇപ്പൊ നമ്മളൊരു യൂറോപ്യൻ കൺട്രിക്ക് പോവാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ എന്താ ഇങ്ങനത്തെ സെയിം ടൈപ്പ് ഓഫ് ജോബിന് ഇപ്പോൾ സാലറി കൂടുതൽ കിട്ടുമായിരിക്കും, 2 lakh കിട്ടുമായിരിക്കും. പക്ഷെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്താ കൂടുതലായിരിക്കും നമുക്ക്. ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താ യൂറോപ്യൻ കൺട്രീസും ഈ സെർബിയൻ കൺട്രി ആയിട്ടുള്ള ഡിഫറൻസ്. ഈ യൂറോപ്യൻ കൺട്രിയിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതിനേക്കാളും അതിന്റെ അത്രയ്ക്കും തന്നെ നമുക്ക് എക്സ്പെൻസും ഉണ്ടാകും. അങ്ങനെയാണ്. പക്ഷെ സെർബിയയിൽ അത്രയ്ക്കും എക്സ്പെൻസ് ഇല്ല. അപ്പം ഇപ്പോൾ നമുക്കൊരു 80,000 കിട്ടിയാൽ അതിൽ 10,000 ലിവിങ് എക്സ്പെൻസ് കുറച്ച് ബാക്കി 70,000 നമുക്ക് സേവിങ് ആയിട്ടിരിക്കും. ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ കാര്യമാണെങ്കിൽ സ്റ്റുഡന്റ് ആവുമ്പോൾ എന്താ ലിവിങ് എക്സ്പെൻസ് മീൻസ് റെന്റും നോക്കണം. അപ്പൊ റെന്റുമായിട്ട് വരുമ്പോൾ സിംഗിൾ സ്റ്റുഡന്റ് ഒക്കെ ആണെങ്കിൽ മൊത്തത്തിലൊരു എത്ര വരും, മൊത്തത്തില് ഒരു മിനിമം 300 യൂറോസ്, 250 to 300 യൂറോസ് അപ്പാർട്ട്മെന്റും ലിവിങ് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് മിനിമം ആണ് കേട്ടോ 250 to 300 യൂറോസ് എന്ന് പറയുന്നത്. പിന്നെ മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് ആവാം. എന്നാലും നല്ല ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി സെർബിയയിൽ താമസിക്കാൻ എത്ര വേണം, ഒരു 500 യൂറോസ് തന്നെ ധാരാളമാണ്. 600 ഒക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ്. പിന്നെ നമ്മൾ സ്റ്റുഡന്റ് ആകുമ്പോൾ നമ്മൾ റെന്റ് ചെയ്യുന്ന അപ്പാർട്ട്മെന്റ് അനുസരിച്ചിരിക്കും. പിന്നെ എത്ര സ്റ്റുഡൻസ് ഒരുമിച്ചാണ് കൊടുക്കുന്നത് അങ്ങനെയും അനുസരിച്ചിരിക്കും. നമ്മുടെ റെന്റ് സ്പ്ലിറ്റ് ആയി പോകും, ലിവിങ് എക്സ്പെൻസ് ഒക്കെ സ്പ്ലിറ്റ് ആയി പോകുന്നതുകൊണ്ട് അതങ്ങനെ ഇരിക്കും സെർബിയയിൽ. ഇപ്പൊ സെർബിയയിൽ തന്നെ നമ്മളിപ്പോ ഒരു ഒരു കൊക്കക്കോളയുടെ ഒരു ക്യാൻ നമ്മൾ സാധാരണ ഇവിടുത്തെ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ, എന്റെ സ്ഥലത്തത്തെ ഒരു ഇതിന് മേടിക്കുകയാണെങ്കിൽ 100 ദിനാറൊക്കെ ഉണ്ടാവുള്ളൂ, 100 80 60 എത്ര ദിനാറുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ബസ് സ്റ്റേഷനിൽ, ബെൽഗ്രേഡിലുള്ള ബസ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് ഞാൻ മേടിച്ചപ്പോൾ ആ കോക്കിന്റെ ക്യാനിന് എത്രയെന്ന് പറയും, 200 ദിനാറായി. അപ്പോൾ ഓരോ പ്ലേസിലും ഈ സംഭവങ്ങളുടെ റേറ്റ് വാരി ചെയ്യും. അപ്പോൾ ബെൽഗ്രേഡ് ഒക്കെ എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു കമ്പയറിങ് ടു ഞാൻ ഇപ്പൊ നിൽക്കുന്ന എൻ്റെ ഈ സിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ ബെൽഗ്രേഡ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും. എന്നാലും മാക്സിമം 15 മേലെ ഒന്നും എന്തായാലും ലിവിങ് എക്സ്പെൻസ് പോകത്തില്ല.
മാക്സിമം 10 തന്നെയാണ് മതിയാവും എവിടെയാണെങ്കിലും. ഇതിപ്പോ ഞാൻ മാക്സിമം 10 എന്റെ സിറ്റിയില് മാക്സിമം 10 എന്ന് പറയുന്നത് 6 ഒക്കെ ആവത്തുള്ളൂ. ഞാനൊരു റൗണ്ട് ഫിഗർ പോലെ 10 എന്ന് പറഞ്ഞതാണ്. അപ്പൊ വെൽ ഗ്രേഡ് ആയാലും 10ല് നിക്കുവായിരിക്കും. അപ്പൊ വർക്കേഴ്സ് നാട്ടിലിപ്പോ നാട്ടിലിപ്പോ ഈ സെയിം ജോലിക്ക് നമുക്ക് കിട്ടുന്നത് 15ഓ അതിനും താഴെയാവും കാശ് കിട്ടുന്നെ. പക്ഷെ ഇവിടെ വന്നാ നമുക്ക് കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങോട്ട് കേറി വരാനും അധികം പ്രയാസമില്ല. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നല്ലതാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെർബിയയിൽ വരാന്നുള്ളതും. അങ്ങനെ തോന്നിയായിരുന്നു എനിക്ക്. പിന്നെ സ്റ്റുഡന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ അക്കോമഡേഷനും അവരെന്നെ നോക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുതലായിരിക്കും. പക്ഷെ യൂറോപ്യൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോ വേറെ യൂറോപ്യൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോ ഒരു സ്റ്റുഡന്റിന് ഇവിടെ വന്ന് പഠിക്കണമെങ്കിൽ നല്ലതാണ്. കാരണം എന്താ ലൈക് ലിവിങ് എക്സ്പെൻസും റെന്റൊക്കെ റൊമേനിയയിലും അങ്ങനത്തെ ഷെങ്കൻ കൺട്രീസിലൊക്കെ നല്ല കൂടുതലാണാവുക. ട്യൂഷൻ ഫീസും കൂടുതലാണ്, ലിവിങ് എക്സ്പെൻസും എല്ലാം കൂടുതലാണ്. പക്ഷെ അപ്പൊ ഇവിടെയാണെങ്കിൽ റെന്റിന്റെ പ്രൈസും കുറവാണ്, ട്യൂഷൻ ഫീസും കമ്പയറിംഗ് ടു യൂറോപ്യൻ കൺട്രീസ് കുറവാണ്. പിന്നെ ഇതും ലിവിങ് എക്സ്പെൻസും കുറവാണ്. ഇപ്പൊ ഞാൻ റൊമേനിയയിൽ പോയിട്ട് എന്റെ മന്ത്ലി ലിവിങ് എക്സ്പെൻസ് അക്കോമഡേഷൻ കൂടാണ്ട് ലിവിങ് എക്സ്പെൻസ് മാത്രമായിട്ട് ഞാനിപ്പോ എത്രയാ എന്തായാലും 100 യൂറോ പെർ മന്ത് ഞാൻ ഫുഡിന് മാത്രമായിട്ട് ഞാൻ ചെലവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 10,000 10,000 മേലെ 200 യൂറോന്റെ അടുത്തൊക്കെ മന്ത്ലി എന്റെ ഫുഡ് എക്സ്പെൻസ് വന്നായിരുന്നു കേട്ടോ, ഞാൻ റൊമേനിയയിൽ നിന്ന സമയത്ത്. 20,000ന്റെ അടുത്ത് ഫുഡ് എക്സ്പെൻസ് മാത്രം വന്നിട്ടുണ്ട്. റെന്റും കൂടുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ ഡോർമെറ്ററിയിൽ നിന്നുകൊണ്ട് എനിക്കധികം മീൻസ് ചെലവുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഞാൻ കാശ് കൊടുത്തപ്പോൾ പിന്നെ ഡോർമെറ്ററിയുടെ പൈസ ഒരുമിച്ച് അടച്ചത് അതുകൊണ്ട് പിന്നെ എനിക്കത് ബേർഡൻ ആയിട്ട് തോന്നിയില്ലായിരുന്നു. പക്ഷെ 200 ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ലിവിങ് എക്സ്പെൻസ് റൊമേനിയയിൽ. എല്ലാത്തിനും റേറ്റ് കൂടുതലല്ലേ, ട്രാൻസ്പോർട്ടേഷനും. ഇപ്പോൾ ഒരു ഊബർ വിളിക്കുകയാണെങ്കിൽ അതിന് റേറ്റ് കൂടുതലാണ്. പിന്നെ സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ അതിന് റേറ്റ് കൂടുതലാണ്. ഒക്കേറ്റിനും റേറ്റ് കൂടുതൽ കമ്പയറിങ് ടു അതർ യൂറോപ്യൻ കൺട്രീസ്. അതുകൊണ്ട് എനിക്ക് സെർബിയ കുറച്ചും കൂടി ലിവിങ്ങിന് അഫോർഡബിൾ ആണ്. അപ്പൊ നാളെ ഏൺ ചെയ്യണം എന്നുള്ള ആളാണെങ്കിൽ എന്താ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പോകുന്നതാവും നല്ലത്. പിന്നെ പിന്നെ യൂറോപ്യൻ കൺട്രീസിലേക്ക് വിസ കിട്ടുന്നേക്കാളും എളുപ്പത്തിൽ സെർബിയക്ക് വിസ കിട്ടുമെന്ന് തോന്നുന്നു. വർക്കർ വിസ ഇപ്പൊ കുറെ കിട്ടുന്നത് കൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ അത്രയേ ഉള്ളൂ. ശരി, അപ്പൊ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.